തദ്ദേശ തെരഞ്ഞെടുപ്പിനായുള്ള വോട്ടർ പട്ടികയിലെ വോട്ടർമാരുടെ എണ്ണത്തിലുണ്ടായ ദുരൂഹമായ ഇടിവിനെക്കുറിച്ചാണ് നമ്മൾ അടുത്തതായി സംസാരിക്കാൻ പോകുന്നത്. ഈ വർഷം നടക്കാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിന് വേണ്ടിയായിട്ടായിരുന്നു സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ടർ പട്ടിക തയ്യാറാക്കിയത്. പക്ഷേ അതിൽ 2020 തെരഞ്ഞെടുപ്പിന് തയ്യാറാക്കിയ വോട്ടർ പട്ടികയിൽ നിന്ന് ഇപ്പോൾ വാർഡ് വിഭജനത്തിന് പിന്നാലെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാക്കിയ വോട്ടർ പട്ടികയും തമ്മിൽ ഏതാണ്ട് 10 ലക്ഷത്തോളം വോട്ടർമാരുടെ വ്യത്യാസമുണ്ട് എന്നതാണ്. 2020 വോട്ടർ പട്ടികയിൽ 2.76 കോടി വോട്ടർമാരുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാക്കിയ വോട്ടർ പട്ടികയിൽ ആകെ 2.66 കോടി വോട്ടർമാരേ ഉള്ളൂ. അതായത് 10 ലക്ഷത്തോളം വോട്ടർമാരുടെ ഇടിവുണ്ടായിട്ടുണ്ട്. ഈ ഇടിവ് എങ്ങനെ ഉണ്ടായി എന്നതാണ് ദുരൂഹതയുണ്ടാക്കുന്നത്. മരിച്ചുപോയവരെയും അതുപോലെ തന്നെ കേരളത്തിൽ നിന്ന് താമസം മാറിയവരെയും ഒക്കെ ഒഴിവാക്കുന്നത്, വോട്ടർ പട്ടികയിൽ ഒഴിവാക്കുന്നത് സ്വാഭാവികമാണ് എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനൊക്കെ വാദിക്കുന്നത്. പക്ഷേ ഇത്രയധികം ആളുകളുടെ വ്യത്യാസം ഉണ്ടാകുമോ എന്നതാണ് ചോദ്യം. ഇതിൽ മറ്റൊരു ദുരൂഹതയുണ്ടാക്കുന്നത് അടുത്ത വർഷം നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു വോട്ടർ പട്ടിക തയ്യാറാക്കിയിട്ടുണ്ട്. ആ വോട്ടർ പട്ടികയും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാക്കിയ വോട്ടർ പട്ടികയിലും വലിയ വ്യത്യാസമുണ്ട്. അതിലും 10 ലക്ഷത്തിലധികം വോട്ടർമാരുടെ കുറവ് ഉണ്ടായിട്ടുണ്ട് എന്നതാണ് വാസ്തവം. ഇതോടൊപ്പമാണ് കോൺഗ്രസ് ഈ വോട്ടർ പട്ടികയ്ക്കെതിരെ രംഗത്തെത്തിയിരിക്കുന്നത്. ഇതിൽ വോട്ടർ പട്ടികയിൽ വലിയ രീതിയിലുള്ള ക്രമക്കേട് ഉണ്ടായിട്ടുണ്ട്. വോട്ടർ പട്ടിക പുറത്തുവിടുന്നതിന് മുൻപ് തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അത് CPM-ന് ചോർത്തി നൽകിയെന്ന ആരോപണം കൂടി കോൺഗ്രസ് ശക്തമാക്കുന്നുണ്ട്. ദാവൂദ്, ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഈ ഒരു വലിയൊരു ഇടിവ് നമ്മൾ മറ്റെന്തെങ്കിലും സംശയിക്കേണ്ടതുണ്ടോ? വോട്ടർമാരുടെ അതിൽ സംശയിക്കുന്ന സംസ്ഥാന ഇലക്ഷൻ കമ്മീഷനാണ് അതിൽ ക്ലാരിറ്റി വരുത്തേണ്ടത്. ഇപ്പോൾ ഇന്നലെയാണ് അതിൻ്റെ കരട് പട്ടിക പുറത്തിറക്കി. ഇപ്പോൾ ദിവ്യ പറഞ്ഞ മാതിരി 2020 കഴിഞ്ഞ ലോക്കൽ ബോഡി ഇലക്ഷന് വേണ്ടി അന്നത്തെ വോട്ടേഴ്സ് ലിസ്റ്റിൽ 2,76,56,579 ആളുകളാണ് ഉണ്ടായിരുന്നത്, വോട്ടർമാരാണ് ഉണ്ടായിരുന്നത്. ഇന്നലെ പുറത്തിറക്കിയ ലിസ്റ്റ് പ്രകാരം 2,66,78,256 പേരേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ 9,78,323. 10 ലക്ഷം എന്ന് പറയാം, റൗണ്ട് ചെയ്ത് 10 ലക്ഷം ആളുകളുടെ കുറവ്, 10 ലക്ഷം വോട്ടർമാരുടെ കുറവുണ്ടായി. നോക്കൂ, ഈ 5 വർഷത്തിനുള്ളിൽ കുറേ അധികം പുതിയ വോട്ടർമാർ വന്നിട്ടുണ്ടാവുമല്ലോ സ്വാഭാവികമായിട്ടും. നമ്മളെ ജനസംഖ്യ, പുതിയ ആളുകൾ വരുന്നുണ്ടല്ലോ. അപ്പോൾ എന്നിട്ട് അവരെ ആഡ് ചെയ്തിട്ടും 10 ലക്ഷം വോട്ടർമാർ കുറയുക എന്ന് പറഞ്ഞാൽ അനിതര സാധാരണമായിട്ടുള്ളൊരു സംഗതിയാണ്. ഇതിലേക്കൻ ഇതിൻ്റെ ഒരു ക്യൂരിയോസിറ്റി, ഇതിലൊരു എംബറാസ്മെൻറ്റ് കൂട്ടുന്ന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നേരത്തെയുള്ള കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ്റെ വോട്ടേഴ്സ് ലിസ്റ്റ്, കേരളത്തിലെ വോട്ടേഴ്സ് ലിസ്റ്റ്, നിയമസഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുള്ള വോട്ടേഴ്സ് ലിസ്റ്റ്, അത് ഈ ജാനുവരിയിൽ അപ്ഡേറ്റ് ചെയ്ത പ്രകാരം അതിലുള്ളത് 2,77,20,818 വോട്ടർമാരാണ്. അപ്പോൾ അതും ഇപ്പോഴത്തെ ഇന്നലെ പുറത്തിറക്കിയ ഇതും തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണെന്ന് വെച്ചാൽ 10,42,495. 10 ലക്ഷത്തിൽ മേലെയാണത്. ഇതെങ്ങനെ സംഭവിക്കുന്നു എന്നൊരു ഭയങ്കര പ്രശ്നമാണ്. 10 ലക്ഷം എന്ന് പറഞ്ഞാൽ ചില്ലറ സംഖ്യയല്ലല്ലോ. അപ്പോൾ അതിലുള്ളൊരു കണക്കെന്ന് വെച്ചാൽ കഴിഞ്ഞ 2 വർഷത്തിനിടയിൽ ഈ സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ്റെ പട്ടികയിൽ നിന്ന് പുറത്തായ ആളുകൾ 13,29,830 വോട്ടർമാരാണ്. 13,29,830. ഓക്കെ. പക്ഷെ പുതുതായിട്ട് വന്ന ആളുകൾ 3,26,547 മാത്രമാണ്. അത് ഭയങ്കര ഡിഫറൻസ് ആണ് അത്. അപ്പോൾ അതിൽ ഇലക്ഷൻ കമ്മീഷൻ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിലും മരിച്ചുപോയ ആളുകൾ, ഓഫ് കോഴ്സ് മരിച്ചുപോയ ആളുകൾ കുറേ അധികം ഉണ്ടാവും. ഇപ്പോൾ കേരളത്തിൽ മരണനിരക്കും ജനനനിരക്കും ഏതാണ്ട് സമാനമായി വരുന്നു എന്നൊക്കെയുള്ള പ്രൊജക്ഷൻസ് വരുന്നുണ്ട്. പിന്നെ വിദേശത്ത് റീലൊക്കേറ്റ് ചെയ്ത ആളുകളുണ്ടാവും, വിദേശങ്ങളിലേക്ക് പൂർണ്ണമായി നമ്മുടെ പൗരത്വം തന്നെ ഒഴിവാക്കി പോയ ആളുകളുണ്ടാവും. അങ്ങനെ ഡ്യൂപ്ലിസിറ്റികളതും സ്വാഭാവികമായിട്ടുണ്ടാവും. ഇപ്പം ബീഹാറിലൊക്കെ നടക്കുന്ന പോലുള്ള ഇൻറ്റൻസീവ് വെരിഫിക്കേഷൻ എന്ന് പറയുന്ന സ്വഭാവത്തിലൊരു വെരിഫിക്കേഷനാണ് നടത്തിയിട്ടതെങ്കിൽ ഡ്യൂപ്ലിക്കേഷൻ ഉള്ളതും ഒഴിവായിട്ടുണ്ടാവും. അപ്പോൾ എന്ത് തന്നെയാലും പക്ഷേ ഇത്രയും ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് ഭയങ്കര എംബറാസിംഗ് ആയിട്ടുള്ളൊരു സംഗതിയാണ്. ഇതിലൊരു അടിസ്ഥാനപരമായ കാര്യം, ഇന്നലെ നമ്മൾ ബീഹാർ വോട്ടേഴ്സ് ലിസ്റ്റിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ പറഞ്ഞൊരു പോയിൻ്റാണ്. ഒരു ഭരണകൂടത്തെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഫസ്റ്റ് പ്രയോറിറ്റി എന്തായിരിക്കണം എന്ന് വെച്ചാൽ എങ്ങനെ വോട്ടർമാരെ ഒഴിവാക്കാം എന്നുള്ളതല്ല, എങ്ങനെ പരമാവധി ആളുകളെ വോട്ടേഴ്സ് ലിസ്റ്റിൽ കയറ്റാം എന്നതായിരിക്കണം എപ്പോഴും സർക്കാരിൻ്റെ ഇലക്ഷൻ കമ്മീഷൻ്റെ പ്രയോറിറ്റി ആയി നിൽക്കേണ്ടത്. കാരണം ജനാധിപത്യം എന്ന് പറയുന്നത് പരമാവധി ആളുകളെ ഈ പ്രക്രിയയിൽ പങ്കാളികളാക്കുക എന്നുള്ളതാണ്. അല്ലാതെ പരമാവധി ആളുകളെ എങ്ങനെ ഒഴിവാക്കാം എന്നല്ല ഒരിക്കലും ആലോചിക്കേണ്ടത്. ആ ഒരു പോസിറ്റീവ് തിങ്കിങ് ആണ് വേണ്ടത്. പക്ഷേ ഇവിടെ എനിക്ക് തോന്നുന്നു വർക്ക് ചെയ്യുന്നത് നെഗറ്റീവ് തിങ്കിങ് ആണെന്ന് തോന്നുന്നു. അപ്പോൾ ഇതിൽ ഇത്രയും ഡിഫറൻസ് എങ്ങനെ ഉണ്ടായി എന്നുള്ള ഗുരുതരമായിട്ടുള്ളൊരു പ്രശ്നമുണ്ട്. അതിന് മനുഷ്യർക്ക് മനസ്സിലാവുന്ന കൺവിൻസിംഗ് ആയിട്ടുള്ളൊരു വിശദീകരണം നൽകാൻ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷന് ഇതുവരെ സാധിച്ചിട്ടില്ല.
പ്രതിപക്ഷവും ഇത്രയും ഈ ഒരു ഗ്രാവിറ്റിയിൽ പ്രതിപക്ഷം ഇതിനെ ഏറ്റെടുത്തിട്ടുണ്ടോ എന്ന് വെച്ചാൽ ഇല്ല എന്നാണ് ഞാൻ പറയുക. കാരണം നമ്മളാകെ കാണുന്ന വി ഡി സതീശൻ്റെ ഒരു ബൈറ്റ് മാത്രമാണ്. അത് ഇത്രയും നിസ്സാരമായ കാര്യമല്ല. 10 ലക്ഷം മനുഷ്യർ ഈ ലിസ്റ്റിൽ നിന്ന് പുറത്തു പോയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കേന്ദ്ര കമ്മീഷൻ്റെ ലിസ്റ്റും സംസ്ഥാന കമ്മീഷൻ ലിസ്റ്റും തമ്മിൽ 10 ലക്ഷത്തിൻ്റെ ഡിഫറൻസ് ഉണ്ടെങ്കിൽ കുറേ അധികം ആളുകൾ ഡീഫ്രാഞ്ചൈസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അവരുടെ ഇലക്ടറൽ വോട്ടിംഗ് റൈറ്റ് എടുത്തു കളഞ്ഞിട്ടുണ്ടെന്നാണ്. അത് ചില്ലറ കാര്യമല്ല. വോട്ടിംഗ് റൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരാളുടെ ഏറ്റവും പ്രധാനപ്പെട്ട അവകാശമാണ്. അപ്പോൾ ഇതിൽ ഇലക്ഷൻ കമ്മീഷൻ വിശദീകരിക്കേണ്ടതുണ്ട്. ഭരണകക്ഷിയും പ്രതിപക്ഷ കക്ഷിയും അവർക്ക് എല്ലാവർക്കും ഉത്തരവാദിത്തമുണ്ട്. കാരണം ഇത് ജനാധിപത്യവുമായി ബന്ധപ്പെട്ട പൊളിറ്റിക്കൽ പാർട്ടിസിപ്പേഷനുമായി ബന്ധപ്പെട്ടൊരു പ്രശ്നമാണ്. പക്ഷേ ആ ഒരു ഗൗരവത്തിൽ, എനിക്ക് തോന്നുന്നു VSൻ്റെ മരണമൊക്കെ ബന്ധപ്പെട്ട ഇതുകൊണ്ടായിരിക്കാം, ആ ഒരു ഗൗരവത്തിൽ കേരളത്തിൻ്റെ ഒരു പൊളിറ്റിക്കൽ കമ്മ്യൂണിറ്റിയിൽ അത് വന്നിട്ടില്ല. ഇനി വരുമായിരിക്കാം ഒരുപക്ഷെ. നിശ്ചയമായി ഇത് വളരെ പ്രധാനപ്പെട്ട ഡിബേറ്റിന് വിധേയമാകേണ്ട കാര്യമാണ്. പിന്നെ ഇതിലെനിക്ക് തോന്നുന്ന കാര്യം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ 13,000 എത്ര ആളുകളാണ്, 3,26,000 ആളാണ് പുതുതായിട്ട് എൻറോൾ ചെയ്തതാണ്. അതും ഒന്ന് പഠന വിധേയമാക്കണം. എന്തുകൊണ്ട് അങ്ങനെ? അത്ര ആളുകളായിരിക്കില്ലല്ലോ ഈ 5 വർഷം കൊണ്ട്. 5 വർഷമല്ല, കഴിഞ്ഞ 3 വർഷത്തിനിടെയാണ്. അത്ര ആളുകളായിരിക്കില്ല കഴിഞ്ഞ 3 വർഷത്തിനുള്ളിൽ 18 വയസ്സ് തികഞ്ഞിട്ടുണ്ടാവുക. അപ്പോൾ വോട്ടേഴ്സ് ലിസ്റ്റിൽ എൻറോൾ ചെയ്യാനുള്ള താല്പര്യക്കുറവ് പുതിയ തലമുറയിലുണ്ടോ എന്നൊരു പ്രശ്നമുണ്ടല്ലോ. എന്തിനു ചുമ്മാ ഈ പരിപാടിക്കൊക്കെ പോകും, അതിലൊന്നും താല്പര്യമില്ലാത്ത അതൊരു പ്രശ്നമാകാം മാറി. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സാധാരണഗതിയിൽ ഈ വോട്ടേഴ്സ് ലിസ്റ്റിൽ ആളുകളെ ചേർക്കുക ആരാണ്? പ്രാദേശിക തലത്തിൽ പാർട്ടിയുടെ പ്രവർത്തകർ, എല്ലാ പാർട്ടിയുടെയും പ്രവർത്തകർ അവർ സജീവമായി ഇറങ്ങി എവിടെയൊക്കെയാണ് ആളുകളുള്ളതെന്ന് നോക്കിയിട്ട് അവരെ കണ്ട് അവർക്ക് അതിൻ്റെ ഫോമും കാര്യങ്ങളൊക്കെ എത്തിച്ചു കൊടുത്ത് പറഞ്ഞു കൊടുത്ത്. എനിക്ക് ഓർമ്മയുണ്ട്, എൻ്റെ നാട്ടിൽ പാർട്ടി പ്രവർത്തകർ ലാപ്ടോപ്പായിട്ട് വീട്ടിൽ വന്ന് എനിക്ക് ഓർമ്മയുണ്ട്, പുതിയ ഇത് ചേർക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയൊക്കെ പാർട്ടികൾ പ്രവർത്തിച്ചിട്ടാണ് ആളുകൾ ചേർക്കുന്നത്. അപ്പോൾ ആ പ്രവർത്തനങ്ങൾ നടക്കുന്നില്ലേ? അല്ലെങ്കിൽ പുതിയ തലമുറയ്ക്ക് ഈ വോട്ടേഴ്സ് ലിസ്റ്റിലൊക്കെ കയറുന്നതിൽ താല്പര്യം കുറഞ്ഞോ? അങ്ങനത്തെ ഒരു ഫെനോമിന, സാമൂഹ്യ പ്രതിഭാസം ഉണ്ടോ എന്നുള്ളതും വേറെ നിലയ്ക്ക് പഠന വിധേയമാക്കേണ്ടതാണ്. കാരണം ആ നമ്പർ വളരെ അലാമിംഗ് ആയുള്ള നമ്പറാണ്. 3,26,000 ആളുകളെ പുതുതായിട്ട് എൻറോൾ ചെയ്തിട്ടുള്ളൂ എന്ന് വരുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ഗൗരവത്തിലൊരു ഡിബേറ്റ് നടക്കട്ടെ എന്നുള്ളതാണ്. പിന്നെ ഇതിൽ വേറൊരു പ്രശ്നം, ഇന്നലെയാണ് ഇതിൻ്റെ കരട് ലിസ്റ്റ് പുറത്തിറക്കിയിരിക്കുന്നത്. നമുക്കിതിൽ അഭിപ്രായങ്ങൾ പറയാനും പുതിയ അഡിഷൻസ് വരുത്താനൊക്കെയുള്ള സമയം ഓഗസ്റ്റ് 7 വരെയാണ് വെച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ 15 ദിവസം. അത് ശരിയായ ഒരു ടൈമല്ല, അത്രയും പോരാ. കാരണം ഇപ്പോൾ തന്നെ ഇന്നലെ ഇറങ്ങിയ പല ആളുകൾ അറിഞ്ഞിട്ടുണ്ടാവില്ല. അതും ഈ പറഞ്ഞൊരു മെൻറ്റാലിറ്റിയുടെ പ്രശ്നമാണ്. ഇലക്ഷൻ കമ്മീഷൻ അങ്ങനെയല്ലല്ലോ ചെയ്യേണ്ടത്. ഇങ്ങനെ പ്രസിദ്ധീകരിച്ചിരിക്കുന്നുള്ള ഒരു സംഗതിക്ക് വലിയ പബ്ലിസിറ്റി കൊടുക്കണം. അങ്ങനെ ഒരു പബ്ലിസിറ്റി നമ്മൾ എവിടെയും കാണുന്നില്ല. പബ്ലിസിറ്റി കൊടുക്കണം, ആളുകളെ പരമാവധി ചേർക്കാൻ പ്രേരിപ്പിക്കണം, പരസ്യങ്ങൾ നൽകണം, പ്രേരിപ്പിക്കണം, രാഷ്ട്രീയ പാർട്ടികളോട് ആവശ്യപ്പെടും. ഒരു പത്രസമ്മേളനം പോലെ ഇലക്ഷൻ കമ്മീഷൻ്റെ ഭാഗത്ത് നന്നായിട്ട് ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ ഉണ്ടായില്ലല്ലോ നോഫിലെ ഇതുമായി ബന്ധപ്പെട്ട്. അപ്പോൾ വെറും ഇന്നലെ പുറത്തിറക്കുന്ന ലിസ്റ്റ് ഓഗസ്റ്റ് 7 വരെ മാത്രം സമയം, അത് ശരിയല്ല. മിനിമം ഒരു മാസമെങ്കിലും കൊടുക്കണമെന്നാണ് അതിലെൻ്റെ അഭിപ്രായം. പിന്നെ ഉള്ള ഇലക്ഷനുമായി ബന്ധപ്പെട്ട വരാനിരിക്കുന്ന തദ്ദേശ ഇലക്ഷനിൽ നമ്മളിപ്പം നടക്കുന്ന അസംബ്ലി ഇലക്ഷനിലൊക്കെ ഒരു ബൂത്തിൽ 1,100 വോട്ടർമാരാണുള്ളത്. അപ്പോൾ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടാണ്, കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ എല്ലാ സ്ഥലങ്ങളിലും സമയം കഴിഞ്ഞിട്ടും ക്യൂ ഇങ്ങനെ നീണ്ടു കിടക്കുകയായിരുന്നു. ഞാൻ തന്നെ ഒരു ബൂത്ത് നിന്ന് ലൈവ് ചെയ്തിട്ടുണ്ട്, രാത്രി 7 മണിക്ക്, എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ പിന്നെ അത് നോക്കണം, 1,100 വോട്ടർമാരാണ് ഒരു ബൂത്തിൽ മാക്സിമം ഉണ്ടാവുക. എന്നിട്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. എഗൻ ശ്രദ്ധിക്കുക, അന്ന് ഒരാൾ ഒരു വോട്ട് ചെയ്താൽ മതി ലോക്സഭാ ഇലക്ഷനിൽ. പക്ഷേ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ഒരാൾ 3 വോട്ട് ചെയ്യണം. റൂറൽ ഏരിയകളിൽ, വാർഡ്, ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്ത്. അവിടെ 1,300 ഒരു ബൂത്തിൽ 1,300 നമ്പറാക്കി വെച്ചിരിക്കുന്നത്. ഇത് എഗൻ മനുഷ്യന്മാർ വോട്ട് ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഒരുക്കുക, സുഖപ്രദമായും പ്രയാസമില്ലാതെ വോട്ട് ചെയ്യാൻ, അധിക നേരം ക്യൂലൊന്നും നിൽക്കാതെ വോട്ട് ചെയ്യാനുള്ള സൗകര്യം കൂടി ഒരുക്കുക എന്നുള്ളത് പ്രധാനമാണ്. ഇപ്പോൾ പല ആളുകളും വോട്ട് ചെയ്യാൻ പോകാത്തതായിരിക്കും, ഇത്രയും നേരം ക്യൂവിൽ നിൽക്കണമല്ലോ, മെനക്കേടാണ് ഓർത്തിട്ടാണ്. അപ്പോൾ ആ ഒരു കൺവീനിയൻസ് ഉണ്ടാക്കുക. ഇപ്പോൾ 1,100 പോലും ഒരു ഐഡിയൽ നമ്പർ അല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. 1,100 ലോക്സഭാ നിയമസഭാ തിരഞ്ഞെടുപ്പ് വെച്ചിട്ടുള്ള 1,100 അതുപോലും കുറയ്ക്കേണ്ടതാണ്. അവിടെയാണ് ലോക്കൽ ബോഡി ഇലക്ഷനിൽ 1,300 ഒരു ബൂത്തിൽ മാക്സിമം നമ്പറായി വെച്ചിരിക്കുന്നത്. ഞാൻ അത് പകുതിയായി ചുരുക്കണം എന്നാണ് എൻ്റെ ശക്തമായ അഭിപ്രായം. ഓഫ് കോഴ്സ് അതിൻ്റെതായ എക്സ്പെൻസ് വരും. പക്ഷേ അങ്ങനെയല്ല, നമ്മുടെ ഒരു തിരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ പരമാവധി ആളുകൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം എന്നുള്ളതാണ് പൊതുവായ താല്പര്യം. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു കാര്യം, ഈ ജനങ്ങളെ പരമാവധി തിരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ നിന്ന് മാറ്റി നിർത്തുക എന്നൊരു സമീപനമാണ് ഇലക്ഷൻ കമ്മീഷൻ സ്വീകരിച്ചിരിക്കുന്നതെന്നാണ് ഈ കണക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. അത് വലിയൊരു ചർച്ചയാകേണ്ട കാര്യമാണ്. യെസ്,
നൗഫൽ, ഒരു പൗരൻ്റെ ഏറ്റവും വലിയ അവകാശമാണ് വോട്ടവകാശം എന്ന് പറയാറുണ്ട്. പക്ഷേ ഈ വോട്ടവകാശം വിനിയോഗിക്കുന്നതിൽ നിന്ന് നമ്മളിങ്ങനെ പുറകോട്ട് പോകുന്നതിൻ്റെ ഒരു തെളിവാണ് ഈ വോട്ടർ പട്ടിക. അല്ലെങ്കിൽ ഈ 10 ലക്ഷത്തോളം വരുന്ന വോട്ടർമാരുടെ ഈ കുറവ്, അത് വേണ്ട രീതിയിൽ ഗൗരവത്തിലെടുക്കുന്നുണ്ടോ നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ? ഇതിൽ കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ നമ്മളിപ്പം ബീഹാറിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണല്ലോ നമ്മളിതിന് സംസാരിക്കുന്നത്. 52 ലക്ഷം വോട്ടാണ് അവിടെ വെട്ടിമാറ്റിയത്. അതിനെതിരെ വലിയ പ്രതിഷേധം ഇപ്പം പാർലമെൻറ്റിലും പുറത്തും ബീഹാർ നിയമസഭയിലൊക്കെ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 52 ലക്ഷം വോട്ട് അവിടെ വെട്ടിമാറ്റപ്പെട്ടത് അതിനൊരു പൊളിറ്റിക്കൽ എയിമുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് അങ്ങനെ സംഭവിച്ചിരിക്കുന്നത്. അതിന് പല വിശദീകരണങ്ങളും കമ്മീഷൻ നൽകുന്നുണ്ടെങ്കിലും അതൊന്നും നമുക്ക് ഒന്ന് ദഹിക്കുന്ന വിശദീകരണങ്ങളല്ല. പക്ഷേ കേരളത്തിൽ ഈ 10 ലക്ഷത്തിൽ പരം വോട്ടുകൾ വെട്ടിമാറ്റപ്പെട്ടത് അങ്ങനെ എന്തെങ്കിലും ലക്ഷ്യത്തിൻ്റെ ഭാഗമായിട്ടാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. നേരെ മറിച്ച് കേരളത്തിൻ്റെ ഒരു സാഹചര്യവും ബീഹാറിൻ്റെ സാഹചര്യവും നമ്മൾ പരിഗണിക്കണമല്ലോ. ബീഹാറിൽ എന്ന് പറഞ്ഞാൽ ബീഹാറിലെ ഒരു വലിയ വിഭാഗം ജനങ്ങളും മറ്റിടങ്ങളിൽ ജോലി ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ സ്വാഭാവികമായും അവരുടെ വോട്ട് വെട്ടിമാറ്റാൻ വളരെ എളുപ്പമാണ്. പക്ഷേ കേരളത്തിൽ കുറച്ചുകൂടി നമ്മൾ രാഷ്ട്രീയ പ്രബുദ്ധരായ കേരളത്തിലെ ജനങ്ങളിൽ നിന്ന് അങ്ങനെ വോട്ട് വെട്ടിമാറ്റുക എന്നുള്ളത് നടക്കില്ല. കാരണം ഈ പറയുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നത് കൊണ്ട് തന്നെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അവരുടേതായ വാർഡുകൾ കൃത്യമായി നോക്കാനൊക്കെ നേരത്തെ തന്നെ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വോട്ടുകൾ എവിടെയെന്ന് നോക്കണം, വോട്ടുകൾ കൃത്യമായി പട്ടികയിലുണ്ടോ എന്ന് പരിശോധിക്കണം, ചേർക്കാത്ത വോട്ടുകൾ ചേർക്കണം, മരിച്ചുപോയ വോട്ടുകൾ ചിലപ്പോൾ കള്ളവോട്ടാക്കി മാറ്റാൻ വേണ്ടി ശ്രമിക്കണം എന്നിവരെയുള്ള ശ്രമങ്ങൾ രാഷ്ട്രീയ പാർട്ടികൾ നടത്തിയിട്ടുണ്ടായിരിക്കണം. അങ്ങനെ ജാഗ്രത ഉള്ള രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടായിരിക്കെ ഇങ്ങനെ വോട്ടുകൾ വെട്ടിമാറ്റാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിലൊരു പ്രശ്നം ഉള്ളത് തദ്ദേശ തിരഞ്ഞെടുപ്പിൻ്റെ വോട്ടർ ലിസ്റ്റും നിയമസഭാ തിരഞ്ഞെടുപ്പിൻ്റെ വോട്ടർ ലിസ്റ്റും രണ്ടും രണ്ടാണ്. അപ്പം തദ്ദേശ തിരഞ്ഞെടുപ്പിൻ്റെ വോട്ടർ ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ അതിലൊരു ഡെഡ് ലൈൻ വെക്കും അവർ. ഇപ്പം ജനുവരി 1 തോന്നുന്നു, 2025 ജനുവരി 1 തോന്നുന്നു ഡെഡ് ലൈൻ. 18 വയസ്സായവർക്ക് മാത്രമേ അതിനുശേഷം ജനിച്ചവർക്ക് യോഗ്യതയുള്ളൂ. ഈ ഫെബ്രുവരിയിൽ മാർച്ചിലും ജനിച്ച് അങ്ങനെ 18 വയസ്സായവർക്ക് ഒരു യോഗ്യതയില്ല. ഒക്ടോബറിൽ മിക്കവാറും ഇലക്ഷൻ നടക്കുകയാണ്. അപ്പോൾ അതുവരെ 18 വയസ്സ് ആ ഒരു 5-8 മാസം ജനിച്ച ആളുകൾക്ക് കണക്കാക്കി ജനിച്ച ആളുകൾക്ക് എന്തില്ല, വോട്ടില്ല. അപ്പോൾ വോട്ടിന് മുമ്പ് 18 വയസ്സ് തികഞ്ഞിരിക്കും, പക്ഷേ അയാൾക്ക് വോട്ടില്ല. കാരണം അയാൾ ജനുവരിക്ക് ശേഷം ജനിച്ച ആളാണ്. അങ്ങനെ പ്രശ്നം. പക്ഷേ നിയമസഭാ തിരഞ്ഞെടുപ്പിൻ്റെ വോട്ടർ ലിസ്റ്റ് ആണെങ്കിൽ അതൊരു പീരിയോഡിക് റിവിഷൻസ് നടക്കുന്ന വോട്ടർ പട്ടികയാണ്. അപ്പോൾ അതിൽ കുറച്ചുകൂടി ആളുകളെ ഉൾക്കൊള്ളാനുള്ള കപ്പാസിറ്റി ആ ലിസ്റ്റിനുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കാരണം അതിലുണ്ടാകാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ പ്രതിപക്ഷം തന്നെ ഇങ്ങനെ 10 ലക്ഷം വോട്ട് വെട്ടിമാറ്റി വെട്ടൽ നടക്കുന്നു എന്നുള്ളൊരു ആരോപണം പ്രതിപക്ഷം എവിടെ ഉന്നയിക്കുന്നില്ല. അപ്പം അത് എനിക്ക് തോന്നുന്നു ഇതൊരു കരട് പട്ടിക മാത്രമാണ്. സ്വാഭാവികമായും ഇനി ഇതിന് ആക്ഷേപം ഉന്നയിക്കാനുള്ള സമയമുണ്ട്. കൂടുതൽ വോട്ടർമാരെ ചേർത്താനുള്ള, അതായത് പ്രായം തികഞ്ഞ ആളുകളെ ചേർത്താനുള്ളൊരു അവസരമുണ്ട്. അങ്ങനെയൊക്കെ വരുമ്പോൾ പട്ടിക ഇനിയും വലുതാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം പക്ഷേ പ്രതിപക്ഷം ഉന്നയിക്കുന്ന ഒരേ ഒരു പ്രശ്നം നേരത്തെ അവസാനം ഉന്നയിച്ച വിഷയമാണ്. അതായത് ഈ 15 ദിവസം മതിയാകില്ല എന്നുള്ളതാണ്. 15 ദിവസം കൊണ്ട് ഈ ആക്ഷേപമുള്ളവർക്ക് ആക്ഷേപം സമർപ്പിക്കാനും അത് പരിഹരിക്കാനുള്ള ഒരു സമയം കിട്ടില്ല എന്നുള്ളത് ഒരു വാസ്തവമായ ഒരു പരാതിയാണ്. ആ പരാതി കൃത്യമായി അവർ കേൾക്കേണ്ടതാണ്, അതനുസരിച്ച് നീട്ടിക്കൊടുക്കേണ്ടതാണ്. ഓഗസ്റ്റ് 30 അന്തിമ പട്ടിക പ്രസിദ്ധീകരിക്കുന്നതാണ് പറയുന്നത്. അപ്പോൾ ഇത് സത്യത്തിൽ ഇത് വൈകിയിട്ടുണ്ട് പട്ടിക പ്രസിദ്ധീകരിക്കാൻ. കുറച്ചുകൂടി നേരത്തെ പ്രസിദ്ധീകരിക്കേണ്ടതായിരുന്നു. മാത്രമല്ല ആക്ഷേപം സമർപ്പിക്കാനുള്ള സമയം കൂടുതൽ വേണ്ടതായിരുന്നു. അതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് ശരിക്കും വളരെ സുതാര്യമായി നടക്കേണ്ട ഒരു സംഗതിയാണല്ലോ. അപ്പോൾ എനിക്ക് എൻ്റെ വോട്ട് ലിസ്റ്റിലുണ്ടോ എന്ന് അറിയാനുള്ള സംവിധാനം ഇവിടെ ഉണ്ട്. ആ വെബ്സൈറ്റിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും. അതത് വില്ലേജ് ഓഫീസിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ അതിന് അത്രത്തോളം ജനങ്ങൾ ഈ പറയുന്ന പോലെ വോട്ട് ചെയ്യാൻ താല്പര്യമുണ്ടോ എന്നുള്ളതാണല്ലോ ചോദ്യം. നമ്മുടെ നിലവിലുള്ള രാഷ്ട്രീയ അവസ്ഥ കാരണം അരാഷ്ട്രീയവാദത്തിലേക്കും പിന്നെ വോട്ട് ചെയ്യാൻ താല്പര്യമില്ലാത്ത അവസ്ഥയിലേക്കൊക്കെ കാര്യങ്ങൾ പോകുന്നുണ്ട്. അപ്പോൾ ജനങ്ങളെ കൂടുതൽ വോട്ടിങ്ങിലേക്ക് കൊണ്ടുവരാൻ, ഈ പ്രക്രിയയിലേക്ക് കൊണ്ടുവരാനുള്ള പ്രചാരണ പരിപാടികളൊക്കെ നടക്കേണ്ടതുണ്ട്. അങ്ങനെ ആൾക്കാർ താല്പര്യം വന്നാൽ മാത്രമേ ഈ ആക്ഷേപം ഉന്നയിച്ച് എൻ്റെ വോട്ട് അവിടെ ഉണ്ടോ നോക്കാനുള്ളവർക്ക് താല്പര്യം വരണമല്ലോ. അപ്പോൾ അതിനുള്ള സമയം കൊടുക്കണം. ആ സമയം കൊടുത്താൽ മാത്രമേ ഈ പട്ടിക ശരിക്കും സുതാര്യമായി ഒരു എന്താ പറയുക, ലൂപ്പ് ഹോൾസ് ഇല്ലാതെ അല്ലെങ്കിൽ ആളുകൾ വെട്ടിമാറ്റപ്പെടാത്തൊരു പട്ടികയായി മാറുകയുള്ളൂ. ഒരു ബോധപൂർവമായ ശ്രമം അതിൻ്റെ പിന്നിൽ നടന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ നേരെ മറിച്ച് ഈ രാഷ്ട്രീയക്കാരുടെ ജാഗ്രത കുറച്ചുകൂടി ഇതിൽ ഉണ്ടാവേണ്ടതുണ്ട്. ഒപ്പം കമ്മീഷൻ കുറച്ചുകൂടി സമയം ഇതിന് കൊടുക്കേണ്ടതുണ്ട്. യെസ്, അതാണ് എന്താണ് സംഭവിച്ചത് എന്നത് വ്യക്തമാകേണ്ടതുണ്ട്. 10 ലക്ഷം വോട്ടർമാരുടെ കുറവാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് വോട്ടർ പട്ടികയിൽ ഉണ്ടായിട്ടുള്ളത്. അതെങ്ങനെയുണ്ടായി? ഇനി നമ്മുടെ യുവതലമുറ വോട്ടവകാശം വിനിയോഗിക്കുന്നതിൽ നിന്ന് അല്ലെങ്കിൽ വോട്ടർ പട്ടികയിൽ യോഗ്യത നേടുന്നതിൽ നിന്ന് പിന്നോട്ട് പോവുകയാണെങ്കിൽ അതും ഗൗരവത്തിലെടുക്കേണ്ടത് തന്നെയാണ്. ഈ കാര്യങ്ങളെല്ലാം വിശദീകരിക്കാൻ നമ്മുടെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന് ബാധ്യതയുമുണ്ട്.